ആമയിഴിഞ്ഞ തൊട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മൃതദേഹം 3-ാം ദിവസം കണ്ടെത്തി. അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെ തകരപ്പറമ്പിലെ കനാലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. 47 മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം. അതിനൊടുവിൽ നാവികസേനാ വിഭാഗം തൊട്ടിലേക്കിറങ്ങിയതിന് തൊട്ടുപിന്നാലെയാണ് മറ്റൊരിടത്ത് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വരുന്നത്. ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗങ്ങളിൽ നിരീക്ഷണത്തിനായി നഗരസഭ നിയോഗിച്ച ശുചീകരണ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. 4-അംഗ സംഘം രാവിലെ 8:30 മൃതദേഹം കണ്ടു. ഉടൻ വാർഡ് കൗൺസിലർമാരെയും പിന്നാലെ രക്ഷാപ്രവർത്തകരെയും വിവരമറിയിച്ചു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. എത്തുകയാണ് കണ്ടത്. ഇങ്ങനെ ഒരു തടുപ്പ് പോലെ നിന്ന് കിടന്ന് ശുചീകരിച്ചില്ല. ഞങ്ങളിങ്ങനെ നോക്കി വരുമായിരുന്നു. ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് ഇവിടെ സാർമാർ വന്ന് നമ്മളെ ഓഫീസിലെ സാറന്മാരൊക്കെ വന്നു. അഗ്നിരക്ഷാസേന തന്നെയാണ് ഉപ്പിലാമൂട് പാലത്തിന് സമീപമുള്ള തോട്ടിലിറങ്ങി മൃതദേഹം കരയ്ക്കെത്തിച്ചത്. ജോയി അപകടത്തിൽപ്പെട്ട തമ്പാനൂരിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ മഴ കൂടി പെയ്തതോടെയാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത് എന്നാണ് കരുതുന്നത്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആ സാധു മനുഷ്യൻ ഓക്കാനം വരുന്ന മാലിന്യക്കൂനയിലേക്ക് എടുത്തു ചാടിയത് ഭക്ഷണത്തിന് വക തേടിയാണ്. റെയിൽവേയുടെ അധീനതയിലുള്ള മാലിന്യക്കൂനയിൽ നിന്ന് കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള ഈ മാലിന്യക്കൂനയിൽ ജീവനില്ലാതെ പൊങ്ങി. മാലിന്യമിടുന്നവർക്കും വൃത്തിയാക്കാത്തവർക്കും അധികാരികളെ സകലർക്കുമുണ്ട് ഉത്തരവാദിത്വം. ക്യാമറമാൻ ജിനു എസ് രാജിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.